ഇന്ന് നമുക്ക് ദോശയുടെയും ഇഡ്ലിയുടെയും അതുപോലെ പൂരിയുടെയും ചപ്പാത്തിയുടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോംബെ ചട്നി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പേരിൽ ചട്നി എന്നൊക്കെ ഉണ്ടെങ്കിലും ഇത് ഉണ്ടാക്കാൻ നമുക്ക് തേങ്ങ ആവശ്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ കടലമാവിൻ്റെ ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാത്ത രീതിയിൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതായാലും എടുക്കാം. ആദ്യം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്തിട്ട് അതൊന്നങ്ങോട്ട് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 വറ്റൽമുളകും ചേർത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 സവാള നീളത്തിൽ കട്ട് ചെയ്തതും 2 പച്ചമുളക് നെടുകെ കീറിയതും പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല. പിന്നെ ഒരു 2 കറിവേപ്പിലും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് സവാള അതുപോലെ നന്നായിട്ട് വാടി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു ചെറിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തിട്ട് അത് നല്ല സോഫ്റ്റായി വരുന്നവരെ വഴറ്റിയെടുക്കുക. തക്കാളി നന്നായിട്ട് വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളവും നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കടലമാവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതുപോലെ തിളച്ച് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കടലമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഒരു 10-15 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താലാണ് ആ കടലമാവിന്റെ പച്ചക്കുത്ത് മുഴുവനായിട്ട് മാറിയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ അവസാനം ഒരു 1/2 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങനീര് ഓപ്ഷണലാണ്. നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന്റെ പുളി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോംബെ ചട്നി റെഡിയായി. ഈ കറി കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ദോശയുടെ ഇഡ്ലിയുടെയും കൂടെ മാത്രമല്ല, നമുക്കത് പുട്ടിന്റെ കൂടെ അല്ലെങ്കിൽ വൈറ്റ് റൈസിന്റെ കൂടെയൊക്കെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.